അൽത്താഫ് എന്ന യുവാവിനെതിരെ കള്ളക്കേസ് നൽകി ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് മുക്കം TVS ഷോറൂമിലേക്ക് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. 100 മീറ്റർ അകലെ നിന്ന് മുക്കം പാലത്തിൽ വെച്ച് പോലീസ് തടഞ്ഞു. അല്പസമയം സംസ്ഥാന പാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. പ്രതിഷേധക്കാരുടെ സഹകരണവും പോലീസും ഇടപെടലും വാഹനങ്ങൾ ഒരു വശത്ത് കടന്നുപോകാനുള്ള സൗകര്യമൊരുക്കി. എങ്കിലും സംസ്ഥാന പാതയിൽ വാഹനങ്ങളുടെ വലിയ നിര തന്നെ കാണാമായിരുന്നു. 10 മണിക്ക് മുക്കം അരിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മുക്കം നഗരം ചുറ്റി നീങ്ങുന്നതിനിടയിൽ 10:30 മുക്കം പാലത്തിൽ വടം തീർത്ത് പോലീസ് തടയുകയായിരുന്നു. രാവിലെ 9 മണിയോടെ തന്നെ TVS മുക്കം ഷോറൂം പരിസരത്തും മുക്കം പാലത്തിലും സുരക്ഷയ്ക്കായി ഒട്ടേറെ പോലീസിനെ വിന്യസിച്ചിരുന്നു. അൽത്താഫ് എന്ന യുവാവിന് നീതി ലഭിക്കാൻ കെട്ടിച്ചമച്ച കള്ളക്കേസ് പുനരന്വേഷണം നടത്തുക, കസ്റ്റമേഴ്സിനെ നിരന്തരം കയ്യേറ്റം ചെയ്യുന്ന ഷോപ്പ് അടച്ചുപൂട്ടുക, ഷോറൂമിൽ ഇടുമുറി സ്ഥാപിച്ച TVS ഉടമ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ സിദ്ദീഖിന്റെ സ്ഥാപനത്തിലേക്ക് അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടിയൊന്നും തീരുമാനിച്ചു പോകുന്നവരല്ല. സമാധാനപരമായി ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ ഇത്രയും ദൂരെ ഈ ഗതാഗതം തടസ്സപ്പെടുത്തി ഇവിടെ തന്നെ തടയേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. രണ്ടാമതൊരു സ്ഥാപനത്തിൽ നിന്ന് സ്വാഭാവികമായി സ്ഥാപനത്തിന്റെ ഉടമയും അവിടുത്തെ കസ്റ്റമറും തമ്മിലുണ്ടാകുന്ന വാക്തർക്കം ഉണ്ടാവുകയും സംഘടന ഉണ്ടാവുകയും ആ കസ്റ്റമറെ അവിടെ ഉണ്ടാകുന്നവർ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത് ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത ആ കസ്റ്റമർക്കെതിരായി എത്രത്തോളം ജാഗ്രതയോടുകൂടിയാണ് പോലീസ് പ്രവർത്തിച്ചത് എന്ന് പരിശോധിക്കേണ്ടതാണ്. മുക്കത്തെ ഇരുചക്ര വാഹന ഷോറൂമിലുണ്ടായ സംഘർഷവും അറസ്റ്റും പുനരന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ സാദിഖ് പുൽപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം ജോണി എടശ്ശേരി, കോൺഗ്രസ് നേതാവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ജംഷീദ് ഒളങ്കര, CPM ലോക്കൽ സെക്രട്ടറി K ശിവദാസൻ കാറോട്ടിൽ, CPM മണ്ഡലം സെക്രട്ടറി ഷാജികുമാർ, KC അലി തുടങ്ങിയവർ സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ് മുക്കം.